ഇന്ന് നടക്കുന്ന കുംഭമേള, ഈ മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ 6037ാമത്തെ കുംഭമേളയായിരിക്കാം ഇത്. 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ കുംഭമേള ത്രേതായുഗം മുതൽ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ 6037ാമത്തതായിരിക്കാം. 6037ാമത്തെ മഹാകുംഭമേളയായിരിക്കാം. അതാണ് ഏറ്റവും വലിയ മഹാത്ഭുതം. ഇതിന് നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത്, ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തരും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് മഹാഋഷീശ്വരന്മാരായിട്ടുള്ള വസിഷ്ഠനോടും വിശ്വാമിത്രനോടുമാണ്. ആ മഹാഋഷീശ്വരന്മാരുടെ ആ ജ്ഞാനവൈഭവത്തിൽ ഉദിച്ചുയർന്ന ഏറ്റവും വലിയ അജ്ഞതയെ നിഗ്രഹിച്ച ആ അവതാരമായിട്ട് മാറിയ ശ്രീരാമചന്ദ്രന്റെ വൈഭവമാണ് കുംഭമേളയുടെ രഹസ്യം. താടകാവനത്തെ നവീകരിച്ച് ശുദ്ധീകരിച്ച് അഹല്യയായ ഭൂമിക്ക് മോക്ഷം കൊടുത്ത് അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിലാണ് അഹല്യയായി പോയ, മഴ പെയ്യാതെ ഉറച്ചുപോയ, ഒരിക്കലും ജലം ലഭ്യമല്ലാതിരുന്ന അത്രയും മൂഷരഭൂമിയായി യമുന യമന്റെ പാതയായി മാറിയ ആയിടത്ത് മഴയെ പെയ്ച്ച ശാസ്ത്രവൈഭവം ജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് വിശ്വാമിത്ര മഹർഷിയുടെ വളരെ വലിയൊരു പ്രയത്നമാണ് പ്രയാഗയിൽ നടന്നത്. ഗംഗ എന്ന് പറഞ്ഞാൽ മഴയാണ്, ഗഗനാമ്പ്. ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോഴാണ് ഗംഗ. ആ ഗംഗയും സരസ്വതിയായിരിക്കുന്ന ആകാശവും യമുനയും ഒന്നായി ചേർന്ന് ജലപ്രളയം തന്നെ തീർത്തു. ശരിക്കും ജനങ്ങള് പ്രയാഗിലേക്ക് പ്രയാഗമായിരുന്നു, അത് തന്നെയാണ് ആ പേരും. ആ പ്രയാഗത്തിന്റെ ജനങ്ങളുടെ പ്രവാഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്, ആ ശാസ്ത്ര വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്, ശ്രീധർമ്മശാസ്ത്രത്തിന്റെ വിജയമാണ്. ശ്രീധർമ്മശാസ്ത്രാവ് അവിടെയാണ് ജനിക്കുന്നത്. അതായത് ത്രേതായുഗത്തിലാണ് ശ്രീധർമ്മശാസ്ത്രാവ് ജനിക്കുന്നത്. ഈ വൈഷ്ണവ ശക്തിയുടെ ശ്രീഭാവമായിരിക്കുന്ന മോഹിനീഭാവത്തെ, ചെറിയ വൃക്ഷങ്ങളും ചെടികളും ലതകളും ചേർന്ന ആ വൈഭവം ഈ ശൈവശക്തിയിലെ, ഈ ഭൂമിയിലെ, ഈ മണ്ണിൽ ചേർന്ന് നിൽക്കുമ്പോൾ ജനിക്കുന്നതാണ് ശാസ്ത്രം. ആ ചേർത്ത് വെച്ച് ജനിപ്പിച്ച ശാസ്ത്രമാണ് എങ്ങനെ ഈ ഭഗീരഥ പ്രയത്നത്തെ സാധ്യമാക്കാം. സമുദ്രത്തിലെ ജലത്തെ എങ്ങനെ ഈ ശിവന്റെ മാറിലേക്ക് ജലത്തെ, പാർവതിയെ ചേർത്ത് വെക്കാം. ഈ മണ്ണിന്റെ മാറിൽ നിത്യതൃപ്തമായിട്ട് എങ്ങനെ ജലത്തെ ചേർത്ത് വെക്കാമെന്നുള്ള ശാസ്ത്രവൈഭവം ശ്രീരാമന്റെ ജ്ഞാനത്താൽ ഉദിച്ചതാകുന്നു. അത് തന്നെയല്ലേ സന്തോഷി ഭഗീരഥ പ്രയത്നം. 5 ഭൂതങ്ങളും പഞ്ചഭൂതങ്ങളാകുന്ന ദൈവങ്ങളെല്ലാം കൂടെ കൂടിയാണല്ലോ ഭഗീരഥ പ്രയത്നം നടത്തി ഈ ഉഷരഭൂമിയിലേക്ക് ഈ ജലത്തെ ഗംഗയെ എത്തിച്ചത്. അതെ, ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും ജനിക്കുന്ന ആ ശക്തി വൈഭവത്തിൽ നിന്നാണ് 6ാമത്തെ ഭൂതമായിരിക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ജന്തുലോകം ജനിക്കുന്നത്. ആ ജന്തുലോകത്തിലാണ് ശാസ്ത്രം ജനിക്കുന്നത്. ആ ജന്തുലോകമാണ് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത്. അവിടെയാണ് ശാസ്ത്രാവ് ജനിക്കുന്നത്. അപ്പൊ പരബ്രഹ്മം സൂര്യനാണെന്ന് കണ്ടെത്തിയ വിശ്വാമിത്ര മഹർഷിയും ആ വിശ്വാമിത്ര മഹർഷി ശിക്ഷണത്തിൽ വളർന്ന വസിഷ്ഠ മഹർഷിയുടെ ജ്ഞാനോപദേശത്തിൽ ജനിച്ച് ഏറ്റവും വലിയ ജ്ഞാനാവതാരമായിട്ട് മാറിയ ശ്രീരാമചന്ദ്രനാണ് ഈ പരബ്രഹ്മത്തിനും മേലെയാണ് അപരബ്രഹ്മം, ദ്രവ്യമേകമായിരിക്കുന്ന അവസ്ഥ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ ത്രേത സിദ്ധാന്തമാണ് ലോകത്തെ അമ്പരപ്പിച്ചത്. അജ്ഞതയെ നിഗ്രഹിച്ച മനുഷ്യൻ, അജ്ഞാനത്തെ ഇല്ലാതാക്കിയ ആൾ, അവതാരം, അല്ലെങ്കിൽ മാതൃകാ പുരുഷൻ, ഏത് രീതിയിൽ വേണേലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ജ്ഞാനാവതാരമായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഒരുക്കിയ ആ ശാസ്ത്ര വിജയം നമ്മളെപ്പോഴും കടപ്പെട്ടിരിക്കുന്നു ഈ കുംഭമേളയ്ക്ക് വിശ്വാമിത്ര മഹർഷിയോടും വസിഷ്ഠനോടും. എത്ര പറഞ്ഞാലും മതിയാവില്ല. അതാണ് ശരിക്കും ഇന്ന് നമ്മുടെ ആചാര്യന്മാർ, ഇപ്പൊ നിലവിലുള്ള ആചാര്യന്മാരോ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകള് മനസ്സിലാക്കിയിട്ട് ഈ തത്വം മനസ്സിലാക്കിയിട്ട് വരുന്ന തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഈ വിഷയം പറഞ്ഞു കൊടുക്കണം. മഹാകുംഭമേളയുടെ ആരവങ്ങൾ നടക്കുമ്പോൾ കുംഭമേളയുടെ ഉത്ഭവം, കുംഭമേള എങ്ങനെ ഉണ്ടായെന്നും എന്താണ് അതിന്റെ ഉത്ഭവമെന്നും നമ്മുടെ ആചാര്യന്മാര്, പണ്ഡിതന്മാര് നമ്മുടെ വരാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, ഉള്ള നിലവിലെ കുഞ്ഞുമക്കൾക്ക് ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ശേഷിയോടെ ഒരു നേതൃനിര വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഉണർന്നു പോകുള്ളൂ. അതെ, ഈ അഹല്യയായ ഭൂമിക്ക് മോക്ഷം കൊടുത്തത് എങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ. ആ മോക്ഷത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ എല്ലാം മറന്ന് ആ ജലപ്രവാഹത്തിലേക്ക്, ആ ശാസ്ത്രവൈഭവത്തെ കാണാൻ എങ്ങനെയാണോ ജനങ്ങള് ശിവഭക്തരായിട്ട് തന്നെയാണ് അവിടെ കൂടുതൽ ആളുകൾ എത്തണം. ശ്രദ്ധിച്ചിട്ടില്ലേ? അതെ അതെ അതെ.
ഈ മണ്ണിലേക്ക് പാർവതിയെ ചേർത്ത് വെച്ച ആ വൈഭവത്തിൽ ശിവഭക്തിയിലാണ് അവിടെ എത്തുന്നത്. ഈ മണ്ണിനോടുള്ള ഭക്തി കൊണ്ടാണ് അവിടെ എത്തുന്നത്. പാർവതിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവിടെ എത്തുന്നത്. ആ ശാസ്ത്ര വിജയത്തില് ശ്രീരാമന് ജയ് വിളിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവിടെ എത്തുന്നത്. ആ വെള്ളത്തിൽ, ആ ഗംഗയിൽ, ആ യമുനയില്, ആ സരസ്വതിയില് ജനങ്ങള് നീന്തി തുടിച്ചു. ശരിക്കും കുടിച്ചു കുളിച്ചു നീരാടി എന്ന് പറയും. അത്രയും ആ ഉത്സവ ലഹരിയുടെ ഓർമ്മ പുതുക്കലാണ് ഈ അതെ അല്ലേ? അതെ, മോക്ഷം കിട്ടിയ അവസ്ഥ. മരണം കാത്തിരുന്ന യമന്റെ പാതയായി മാറിയ യമുനയില് ജലം നിറഞ്ഞപ്പോ ജനം നിറഞ്ഞു, പ്രവാഹമായിരുന്നു. ആഹ്ലാദം എന്തായിരിക്കും ആ സമയത്ത്? അതെ, അവിടെ നിന്നാണ് വിശ്വാമിത്രൻ മിഥിലയിലേക്ക് രാമനെ കൊണ്ടുപോകുന്നത്. അതായത് പാപത്രയം പേറുന്ന ത്രയംബകത്തെ കുലച്ചൊടിക്കുവാൻ ഈ മിഥിലയിലേക്ക് ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ പ്രയാഗിലെ ആ വിജയത്തിന് ശേഷമാണ്. അതിനുശേഷമാണ് പ്രേത സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. മിഥിലയിലെ 5000 പേരുടെ സദസ്സിനെ തലധരിപ്പിച്ച് തല കുനിപ്പിച്ച് അവതരിപ്പിച്ച സിദ്ധാന്തമാണ് രാമരാജ്യ സിദ്ധാന്തം, ആര്യ സിദ്ധാന്തം, ത്രേത സിദ്ധാന്തം, അല്ലെങ്കിൽ ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തം. ഇതിന്റെ അങ്ങോട്ടുള്ള ഒഴുക്ക് തുടങ്ങുന്ന ഈ പ്രയാഗ് രാജിൽ നിന്നാണ്. അതെ, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ യാഗമാണ്. ആ യാഗവേദിയിൽ നിന്നിട്ടാണ് വിശ്വാമിത്രൻ നേരെ മിഥിലയിലേക്ക് പോകുന്നത്. മിഥിലയിലേക്ക് വിശ്വാമിത്രൻ രാമനെയും ലക്ഷ്മണനെയും കൊണ്ടുചെല്ലുമ്പോഴത്തേക്കും ജനകം ചോദിച്ചു, ഇവർക്കിത് സാധിക്കുമെന്ന് ചോദിച്ചു. തേജസ് തന്നെയാണ്. പിന്നെ സൂര്യനും ചന്ദ്രനും ഒപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് മറ്റു ദൈവങ്ങൾക്കൊന്നും ജയ് വിളിക്കുന്നില്ലെങ്കിലും ശ്രീരാമചന്ദ്രന് ജയ് വിളിക്കുന്നത്. അത് ശാസ്ത്രകാരനാണ്, അതുകൊണ്ടാണ്. ബേസിക് സയൻസ് അദ്ദേഹത്തിന്റേതാണ്, ത്രികണ സിദ്ധാന്തം അദ്ദേഹത്തിന്റേതാണ്, ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തം. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എന്താണെന്ന് ജനങ്ങളെ കാണിച്ചു കൊടുത്ത് പ്രത്യക്ഷമാക്കി കൊടുത്ത ആളാണ്. മനന വേഗത്തിൽ യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക്, ധനുസിന്റെ ലോകത്തിൽ നിന്നും ധാന്യത്തിന്റെ ലോകത്തിലേക്ക്, ശാസ്ത്രത്തിന്റെ ലോകത്തിൽ നിന്നും ശാസ്ത്രത്തിന്റെ ലോകത്തിലേക്ക് മനന വേഗത്താൽ പരിവർത്തനപ്പെടുത്തിയ ആ സിദ്ധാന്തമാണ്, ശ്രോതാഗ്നിയിൽ ജ്വലിപ്പിച്ചുയർത്തിയ ആ സിദ്ധാന്തമാണ് രാമതരംഗത്തെ അലയടിപ്പിച്ചത്. ദശരഥനോട് പോലും രാമൻ രാജ്യം ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ ആരവം മുഴക്കിയത് അപ്പോഴാണ്. അവിടെയാണ് രാമന് പട്ടാഭിഷേകം ഒരുക്കുന്നത്. ഈ ശ്രീരാമ സിദ്ധാന്തത്തിന്റെ പൂർണ്ണമായ രൂപം തന്നെയാണല്ലോ അങ്ങ് ഇപ്പോ പ്രണവവേദയിൽ എഴുതി വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കേൾക്കുന്ന മാത്രയിൽ തന്നെ മനന വേഗത്തിൽ തന്നെ സർവ്വതിനെയും ഗ്രഹിക്കുവാൻ കഴിയുന്ന, യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക്, മതചിന്തയിൽ നിന്നും മമതയുടെ ലോകത്തിലേക്ക് ജനങ്ങളെ പരിവർത്തനപ്പെടുത്തുന്ന ആ ശാസ്ത്ര വൈഭവം, അത് പൂർണ്ണ അർത്ഥത്തിൽ എന്ന് ഞാൻ പറയുന്നുവെങ്കിലും ശ്രീരാമനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ പറയുന്നു അത് പൂർണ്ണാർത്ഥമായിരിക്കില്ല. കാരണം ഇതിൽ എത്രയോ ഒരു ഉയർന്ന തലത്തിലായിരിക്കാം അദ്ദേഹം അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ അങ്ങയോടൊരു കാര്യം ഒന്ന് ചോദിക്കുകയാണ്. അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത് മലയാള ഭാഷ, തികച്ചും മലയാള ഭാഷയിലല്ലേ? തീർച്ചയായിട്ടും മലയാള ഭാഷയില് സത്യത്തില് നമുക്ക് തികച്ചും മലയാള ഭാഷയിൽ അർത്ഥവത്തോടു കൂടിയ ഗ്രന്ഥങ്ങൾ വളരെ കുറവാണ്. അതെ, പരിഭാഷപ്പെടുത്തി വന്നതേ ഉണ്ട്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ത്രേത സിദ്ധാന്തത്തിന്റെ ശരിക്കും അത് നടപ്പിലാക്കിയത് കേരളത്തിലാണ്. ത്രേത സിദ്ധാന്തത്തെ, അതായത് ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളിലൂടെ ദേവസ്വവും ബ്രഹ്മസ്വവും എന്ന് പറഞ്ഞിട്ട് ഈ ഭൂമികളെ തിരിച്ചുകൊണ്ട് സ്വത്തും നഷ്ടപ്പെട്ടു പോകാതെ ശ്രീരാമ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ട്, ശ്രീധർമ്മശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് തൊടികളെ ചിട്ടപ്പെടുത്തുകയും ജീവിത രീതിയെ ചിട്ടപ്പെടുത്തുകയും ഋതുചര്യകളെ ചിട്ടപ്പെടുത്തുകയും 6 ഋതുക്കളുടെ ആ ആരോഹണത്തിനും അവരോഹണത്തിനും അനുസരിച്ച് സംക്രമ പൂജകൾ നടക്കുകയും ചെയ്യുന്ന ക്ഷേത്ര സമുച്ചയങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആ ശ്രീരാമ സിദ്ധാന്തത്തെ പൂർണ്ണമായിട്ട് സൗത്ത് ഇന്ത്യയിലാണ് അത് നടപ്പിലാക്കിയത്. അത് കാരണമായിരിക്കുന്നത് പരശുരാമനാണ്. അദ്ദേഹമാണ് ഈ ത്രേത സിദ്ധാന്തത്തെ, ആ ആര്യ സിദ്ധാന്തത്തെ ഇവിടെ നടപ്പിലാക്കിയത്. രാമസിദ്ധാന്തം നടപ്പിലാക്കിയത് അദ്ദേഹം. ഉത്തരേന്ത്യയിലാണ് രാമൻ ഉണ്ടായിരുന്നതെങ്കിൽ തന്നെയും ശരിക്കും കേരളമാണ് ആ രാമസിദ്ധാന്തം ശരിക്കും വിജയിച്ചത് സൗത്ത് ഇന്ത്യയിലാണ്. ഇപ്പൊ ആര്യൻ കാള, ആര്യൻ നെല്ല്, ആര്യൻ കാവ് എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഈ സിദ്ധാന്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ശാസ്ത്ര വൈഭവങ്ങളാണ്. ഈ ശ്രീരാമ സിദ്ധാന്തം മനസ്സിലാക്കിയ അതിൽ ഊറ്റം കൊണ്ട പരശുരാമൻ അവിടെ നിന്നും ഈ കേരളം പോലെ ഒരു ദേശത്ത് വരാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്.
അത് വേദത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ തുടർ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരണ്യകത്തെ, ഏറ്റവും നല്ല ആരണ്യകത്തെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ആ ഏറ്റവും മനോഹരമായിട്ടുള്ള കാമ്യകവനം എന്ന് പറയുന്ന ആരണ്യകമാണ് കേരളം. കാമ്യകവനം, ദ്വൈതവനം എന്ന് പറയുന്നതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാമ്യവനമാണ് ഈ ഭാർഗവരാമൻ ഈ ബ്രഹ്മത്തിൻ്റെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. അതാണ് ഭാർഗവ നിലയം. അപ്പോൾ പഠന കേന്ദ്രങ്ങൾ തന്നെയാണ് ക്ഷേത്രങ്ങൾ. തീർച്ചയായിട്ടും പാരിസ്ഥിതിക നിലയ കേന്ദ്രങ്ങളായിട്ട്, സർവശാസ്ത്ര നിലയങ്ങളായിട്ട് പരശുരാമൻ സൃഷ്ടിച്ചതാണ് ഈ ഭാർഗവ നിലയം. ഭാർഗവ നിലയം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതൊരു വലിയ ശാസ്ത്ര നിലയമാണ്. ആ ശാസ്ത്ര നിലയമാണ് കേരളം. ഈ ദൈവത്തിന്റെ ദ്രവ്യത്തിന്റെ സ്വന്തം നടത്തുന്നത്. ബ്രഹ്മത്തിനെ കുറിച്ചുള്ള തുടർ പഠനത്തിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മസവും ദേവസവും എന്ന് പറഞ്ഞ ഭൂമിയെ വിഭജിച്ചുകൊണ്ട് ആര്യ. അപ്പൊ ശരിക്കും ഭാർഗവരാമൻ സൃഷ്ടിച്ചിരിക്കുന്ന ഇവിടുത്തെ ഗർഭഗൃഹ ക്ഷേത്രങ്ങളെല്ലാം ഓരോ വലിയ റിസർച്ച് സെന്ററുകളാണ് അല്ലേ? അതെ, 6 ഋതുക്കളെയും ഗർഭത്തിൽ ധരിക്കുന്ന സൂര്യന്റെ ദ്വാദശ ഭാവങ്ങളെ, അതായത് പരബ്രഹ്മത്തിന്റെ ദ്വാദശ ഭാവങ്ങളെ പൂജിക്കുന്ന, ദീപാരാധന നടത്തുന്ന, ഋതുസംക്രമ പൂജകളാടുന്ന, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ശ്രീധർമ്മശാസ്ത്രത്തിൽ, അതായത് ആര്യ സിദ്ധാന്തത്തിൽ, ഈ സൂര്യ സിദ്ധാന്തത്തിൽ, ഈ ജൈവവേദ സിദ്ധാന്തത്തിൽ പ്രതിഷ്ഠിച്ച് ത്രികാല പൂജകൾ നടത്തുന്ന, ത്രിദോഷത്തെ നീക്കുന്ന സർവശാസ്ത്ര നിലയങ്ങൾ തന്നെയാണ് ക്ഷേത്രങ്ങൾ. ഇത് ശ്രീരാമ സിദ്ധാന്തത്തിന്റെ ഫലമായിട്ടാണ്. അതുവരെ ശൈവ വൈഷ്ണവ യുദ്ധവെറിയായിരുന്നു ലോകം മുഴുവൻ. അപ്പൊ ആ ശൈവ വൈഷ്ണവ യുദ്ധവെറിയുടെ അമ്പിനെയും വില്ലിനെയും ഒടിച്ച് ശിവനും വിഷ്ണുവും എന്താണെന്ന് നേരിട്ട് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തി ഈ ജനങ്ങളെ ഒന്നിച്ച് ചേർത്ത് വൈഭ്രത്തെയും കൈലത്തെയും ചേർത്ത് വെച്ച് അതിനെ ശക്തി ആർജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിച്ച് ആ ശാസ്ത്രത്തെ തികച്ചും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇതാണ് ഈ അറിവാണ് പകർന്നു കൊടുക്കേണ്ടത്. ഈ ശാസ്ത്രത്തെ, ഈ വേദത്തെ ഒരിക്കലും മാഞ്ഞു പോകാതിരിക്കാൻ, ഒരിക്കലും നശിക്കാത്ത വിഗ്രഹമായിരിക്കുന്ന അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങി. നമ്മുടെ സർവ്വവേദത്തെയും പ്രതിഷ്ഠിക്കുവാൻ, വിഗ്രഹിക്കുവാനായിട്ട് ശാസ്ത്രത്തിന്റെ വിഗ്രഹമായിരിക്കുന്ന അനശ്വരമായിരിക്കുന്ന അക്ഷരത്തെ കണ്ടെത്തി അതിൽ മുഴുവൻ വേദത്തെയും പ്രതിഷ്ഠിതമാക്കാൻ പാകത്തിന് സംസ്കൃതത്തെ ചിട്ടപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പോയത്. അവിടെയാണ് രാമൻ അജ്ഞതയെ നിഗ്രഹിക്കുന്ന ആളാകുന്നത്. അതായത് രാക്ഷസീയതയെ വധിക്കുന്ന അറിവ് നമുക്കത് ഇവിടെ മറ്റൊരിടത്തും കിട്ടാനില്ല. രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമാണ് അക്ഷരം. സീത ഉദ്ദേശിച്ച, സീത സ്വപ്നം കണ്ട ആ ആയോധനം നിലച്ച അയോധ്യയിലാണ് അക്ഷരങ്ങൾ പിറവി കൊണ്ടത്. ആ അക്ഷര നഗരിയാണ് അയോധ്യ എന്നത്. ആ അയോധ്യയിലെ ശ്രീരാമചന്ദ്രൻ ചെയ്തത് ലോകത്തിൽ ഒരിക്കലും, എന്തുകൊണ്ടാണ് ഒരിക്കലും മായ്ക്കാൻ പറ്റാതെ ഇപ്പൊ ഇതുവരെ എത്തിയിരിക്കുന്ന 8,69,326 വർഷം എങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മായ്ക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അക്ഷരങ്ങളെ കണ്ടെത്തിയ ആ ശ്രീരാമ നാമം മായ്ക്കുവാൻ കഴിയില്ല. പ്രയാഗരാജിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ അനേക കോടി മനുഷ്യര് ഇത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ, ഈ സത്യാവസ്ഥ, ഈ ശാസ്ത്രം അറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ എന്ത് രസമായിരിക്കും. തീർച്ചയായിട്ടും ഇത് ശാസ്ത്ര വിജയമാണ് എന്ന് അറിഞ്ഞിട്ടാണ്. ഇത് ശ്രീരാമ സിദ്ധാന്തത്തിന്റെ വിജയമാണ്. ഇതിന് കടപ്പെട്ടിരിക്കുന്നത് വിശ്വാമിത്രനോടും വസിഷ്ഠനോടുമാണ്. ശ്രീരാമന്റെ ജന്മത്തിന് കാരണമായിരിക്കുന്ന ദശരഥനും അതുപോലെ തന്നെ കൗസല്യയും, അതുപോലെ മറ്റൊരാളോടും നമ്മൾ കടപ്പാടുണ്ട്. ഋഷി ശൃംഖനോട് വരെയും കടപ്പാടുണ്ട്. ഇത് നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുത്താൽ തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള ഈ അന്ധവിശ്വാസങ്ങളുടെ കൂടിൽ നിന്നും മതവിദ്വേഷത്തിന്റെ കൂടിൽ നിന്നെല്ലാം മോചനം കിട്ടാനുള്ള ഏക മന്ത്രവും ഏക മരുന്നുമാണ്. അതെ, വളരെ സന്തോഷം. ഈ അങ്ങനെ അനുസ്യൂതം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇത് വളരെ സ്വാധീനപ്പെടുത്തി അവരുടെ മാനസികവുമായും ശാരീരികവും ശാസ്ത്രീയമായ ബോധത്തിന് വളരെ ഉന്മേഷം പകർന്ന് വലിയ ഒരു വിപ്ലവം, സാംസ്കാരിക വിപ്ലവം, ശാസ്ത്രീയ വിപ്ലവം, അറിവിന്റെ വിപ്ലവം ഈ നാട്ടിൽ നടക്കട്ടെ. ആയിക്കോട്ടെ. നമസ്തേ. നമസ്തേ.